വീണ്ടും ഒരു കലാലയ വർഷം കൂടി നമുക്ക് കിട്ടി. സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറന്നു സജീവമായി. നമ്മുടെ നാട്ടിൻപുറങ്ങളും ടൗണുകളുമൊക്കെ വളരെ സജീവമായി. സ്കൂളുകളിലെ കുട്ടികളുടെ സാന്നിധ്യം കൊണ്ട് വളരെയേറെ ധന്യമായി തീർന്നു. ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് സൗകര്യങ്ങളെല്ലാം ഇന്ന് നമ്മുടെ പൊതുസമൂഹം സർക്കാരും ഒക്കെ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കുടുംബത്തിൽ പഠിക്കാനുള്ള അന്തരീക്ഷം ഈ കുട്ടികൾക്കുണ്ടോ? അവർ ഭാവിയിലെ വാഗ്ദാനങ്ങളായിട്ട് അവർ വളർന്നു വരുവാൻ അവർക്ക് പഠിച്ച് മിടുക്കരായേ തീരൂ. അവരുടെ സ്വഭാവ രൂപീകരണം അത്യധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു കരിക്കുലർ ഒരു നേട്ടങ്ങൾ എന്നതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് അവരുടെ സ്വഭാവ രൂപീകരണം, വ്യക്തിത്വ വികസനം, നേതൃത്വ പരിശീലന കഴിവുകൾ ഇതൊക്കെ വികസിതമാകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ അതിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നതാണ് അവരുടെ സാമൂഹിക കുടുംബ അന്തരീക്ഷം. മദ്യം, മയക്കുമരുന്നുകൾ അത് വലിയൊരു വിപത്താണ്. കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ സമാധാനമായിട്ട് പഠിക്കുവാൻ കുട്ടികൾ കഴിയാത്തതിൻ്റെ മുഖ്യ കാരണം ആ കുടുംബത്തിൽ മദ്യത്തിൻ്റെ കടന്നുവരവാണ്. മദ്യലഹരിയിൽ അപ്പൻ അമ്മയെ ഉപദ്രവിക്കുന്നു, കലഹമുണ്ടാകുന്നു. ആ കലഹത്തിൽ എങ്ങനെ ഒരു സന്ധ്യാസമയങ്ങളിലും രാത്രികാലങ്ങളിലും സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കുവാൻ കഴിയും? സർക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക. സമൂഹത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നു. മദ്യപ്രളയം സർക്കാർ സൃഷ്ടിക്കുമ്പോൾ ഒരിക്കലും അത് ഒരു നാടിന് അത് യോജിച്ചതല്ല. സർക്കാർ തീരുമാനങ്ങളൊക്കെ പിന്മാറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വീടുകൾ ഒരു കാരണവശാലും മദ്യപാനത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധം അത് ബാറുകളിൽ മാത്രമായിട്ട് ഈ മദ്യപാനമൊക്കെ ഒതുക്കേണ്ടതാണ്. ബസ്സുകളിൽ പുകവലി പാടില്ല, മദ്യപാനം പാടില്ല. പൊതുസ്ഥലങ്ങളിലോ സിനിമാ തിയേറ്ററുകളിലോ ഈവൻ ചന്തകളിൽ പോലും മദ്യപാനവും പുകവലിയും പാടില്ല എന്ന ബോർഡുണ്ട്. പിന്നെ എങ്ങനെയാണ് വീടുകളിൽ ഈ പുകവലിയും മദ്യപാനവും ഒക്കെ സാധ്യമാവുക? ഒരിക്കലും ഇതൊന്നും അനുവദിച്ചുകൂടായികയാണ്. നമ്മുടെ ഭവനങ്ങൾ അത് ദൈവിക ഭവനങ്ങളാണ്. അത് മദ്യവിമുക്ത, ലഹരി വിമുക്ത ഭവനങ്ങളാണ്. അവിടെയാണ് കുട്ടികളുടെ ഭാവി സുരക്ഷിതമായി അവർക്ക് പഠിക്കുവാനും അവർക്ക് നാളെ ഭാവിയിലെ പൗരന്മാരായിട്ട് വളർന്നു വരുവാനൊക്കെ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ആകണം സർക്കാർ സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കേണ്ടതും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും. നിർഭാഗ്യവശാൽ അതിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുത തന്നെയാണ്.